തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് പി തങ്കച്ചന്റെ വിയോഗം എന്ന കാര്യത്തിൽ തർക്കമില്ല. 2004 മുതൽ 2018 വരെ തുടർച്ചയായി 14 വർഷം UDFന്റെ കൺവീനറായിരുന്നു ശ്രീ പി തങ്കച്ചനൊപ്പം KPCC അധ്യക്ഷനായിരുന്നു. 8ാം കേരള നിയമസഭയിലെ സ്പീക്കറായിരുന്നു. 2ാം AK ആന്റണി മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു. സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ച കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, കേരള രാഷ്ട്രീയത്തിൽ വലിയ പാരമ്പര്യം അവകാശപ്പെടാനുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ വിടവാങ്ങിയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് എറണാകുളത്തെ രാജഗിരി ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന് അന്ത്യമുണ്ടായത്. ആഴ്ചകളായി അദ്ദേഹം അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന് അന്ത്യമുണ്ടായത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം കോൺഗ്രസ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കളെല്ലാം ഇപ്പോൾ നിലവിൽ ആശുപത്രിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടവും പി തങ്കച്ചന്റെ വിയോഗം വലിയ നഷ്ടമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. ഷുക്കൂർ തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഷുക്കൂർ, പി തങ്കച്ചന്റെ ഒരുപക്ഷെ അദ്ദേഹത്തിന് അസുഖമുണ്ടായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് പക്ഷേ ഈ രീതിയിലൊരു വിയോഗം ഉണ്ടാകും എന്നൊരു സൂചനകളൊന്നും എവിടെയും ഉണ്ടായിരുന്നില്ല. നിനക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ ഇന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് മോശമായിരുന്നോ? ചികിത്സയൊക്കെ എങ്ങനെയായിരുന്നു? ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതർ എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? സൈഫുദ്ദീൻ, അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ ഏതാണ്ട് ഒരു വർഷത്തോളമായെങ്കിലും അല്പം വിഷമത്തിലായിരുന്നു. അദ്ദേഹം ശാരീരിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ആലുവയിലെ ഈ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയ്ക്കായി എത്തുമായിരുന്നു. ഈ സമയത്തെല്ലാം പല പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരുമെല്ലാം അദ്ദേഹത്തെ പോയി കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹത്തിന്റെ സ്ഥിതി അല്പം വഷളായി എന്ന് തന്നെ പറയാം. ചിലപ്പോൾ ഡോക്ടർമാർ വീട്ടിൽ കഴിയുകയാണ് നല്ലത് എന്ന് അറിയിക്കുന്ന സമയങ്ങൾ അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. പിന്നീട് ആരോഗ്യം വീണ്ടും പ്രയാസത്തിലാകുമ്പോൾ വീണ്ടും അദ്ദേഹത്തെ ചികിത്സയ്ക്ക് കൊണ്ടുവരികയാണ് പതിവ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ തന്നെ സുപ്രധാനമായ പദവികൾ വഹിച്ച ആളാണ്. 2004 മുതൽ 2018 വരെ തുടർച്ചയായി 14 വർഷം UDFന്റെ കൺവീനർ ആയിരുന്നു അദ്ദേഹം. KPCCയുടെ മുൻ പ്രസിഡന്റ്, 8ാം കേരള നിയമസഭയിലെ സ്പീക്കർ, 2ാം AK ആന്റണി മന്ത്രിസഭയിലെ സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി എന്നീ നിലകളിൽ പ്രവർത്തിച്ച കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന് തന്നെ അദ്ദേഹത്തെ പറയാം. എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ് അദ്ദേഹം ജനിച്ചത്. 1939 ജൂലൈ 29-നായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. തേവര SH കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം നിയമം പഠിച്ച് അഭിഭാഷകനായും ജോലി ചെയ്തു. പൊതുഭരണത്തിൽ ഡിപ്ലോമ ബിരുദവും അദ്ദേഹം നേടി. 1968 പെരുമ്പാവൂർ കോർപ്പറേഷൻ ചെയർമാൻ ആയിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പൊതുരംഗ പ്രവേശനം. 1968 രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷൻ ചെയർമാൻ എന്ന റെക്കോർഡും തങ്കച്ചന്റെ പേരിലാണ്. 1968 മുതൽ 1980 വരെ പെരുമ്പാവൂർ കോർപ്പറേഷൻ കൗൺസിൽ അംഗമായിരുന്നു. 77 മുതൽ 89 വരെ എറണാകുളം DCC പ്രസിഡന്റായും 80 മുതൽ 82 കാലത്ത് പെരുമ്പാവൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പ്രവർത്തിച്ചു. ദീർഘകാലം ഞങ്ങളുടെയൊക്കെ ഏറ്റവും ആദരണീയനായ നിയമസഭാ സ്പീക്കർ എന്നുള്ള നിലയിൽ ഒക്കെ വലിയ ഒരു നിലവാരത്തിൽ വലിയ ബഹുമാനത്തോടു കൂടി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ തങ്കച്ചൻ. അദ്ദേഹം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പദവികൾ വഹിച്ചു, ഒരുപാട് സ്ഥാനത്തിരുന്നു. അതിനേക്കാളൊക്കെ ഏറെ ജനഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരു നേതാവായിരുന്നു. സ്പീക്കർ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയിലും UDFന്റെ കൺവീനർ എന്നുള്ള നിലയിലൊക്കെ വിശ്വാസ്യതയോടുകൂടി പ്രവർത്തിച്ച ഈ തങ്കച്ചന്റെ വേർപാട് അതുകൊണ്ട് തന്നെ കേരളത്തിന് പൊതുവിൽ ഉള്ള നഷ്ടമാണ്, സമൂഹത്തിനുള്ള നഷ്ടമാണ്. ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ അതിൽ ദുഃഖിതരാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അതുപോലെ തന്നെ പാർട്ടിയോടും അനുയായികളോടും ഒക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ ദുഃഖം അറിയിക്കുകയാണ്. എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേരും. ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ ഇത് തങ്കച്ചന്റെ നിര്യാണത്തിന്റെ ഒരു പശ്ചാത്തലം തങ്കച്ചൻ കാണുന്നത് ആരാ? അദ്ദേഹം കാണുന്നത് പ്രതിപക്ഷതാവ് കാണുന്നു. മർദ്ദനമേറ്റ ഞങ്ങളുടെ പ്രവർത്തകനാണ് അദ്ദേഹം. അത് സംബന്ധിച്ചുള്ള പരാതി വളരെ സ്ട്രോങ് ആയിട്ട് ഒന്നുകൂടി ഞങ്ങൾ കൊണ്ടുവരാമാണ്. ഇപ്പോൾ ലൈം ലൈറ്റിൽ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ അദ്ദേഹത്തിനുണ്ടായ ദുഃഖം ഒന്നുകൂടി, വിഷമം ഒന്നുകൂടി ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഇന്ന് ചർച്ച നടത്തിയിരിക്കുകയാണ്. വളരെ ശക്തമായ വിഷയം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. പ്രതിപക്ഷ ഉപനേതാവ് മുസ്ലിം നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം UDF രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് പി തങ്കച്ചന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നാണ്
പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. 86 വയസ്സായിരുന്നു പി പി തങ്കച്ചന്. ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യമുണ്ടായത്. പി പി തങ്കച്ചൻ ദീർഘകാലം യു ഡി എഫിന്റെ കൺവീനറായിരുന്നു. 4 തവണ അദ്ദേഹം നിയമസഭയിലെത്തി. ഒരു തവണ സ്പീക്കറായി, ഒരു തവണ സംസ്ഥാനത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രിയായി. 1982-ലും 87-ലും 91-ലും 96-ലും പെരുമ്പാവൂരിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് എത്തുന്നത്. 2001-ൽ പക്ഷേ പെരുമ്പാവൂരിൽ CPM സ്ഥാനാർത്ഥി സാജു പോളിനോട് അദ്ദേഹം പരാജയപ്പെട്ടു. 2018-ലാണ് അനാരോഗ്യം മൂലം അദ്ദേഹം UDF കൺവീനർ സ്ഥാനം ഒഴിയുന്നത്. ബെന്നി ബെഹനാനായിരുന്നു അദ്ദേഹത്തിന്റെ പിൻഗാമിയായി എത്തിയത്. അന്നിലേക്ക് ഏറ്റവും ഒടുവിൽ UDF-ന്റെ ഭരണമുണ്ടായിരുന്ന കാലത്തും പി പി തങ്കച്ചനായിരുന്നു UDF-ന്റെ കൺവീനർ. കേരളത്തിൽ UDF നിലനിർത്തുന്നതിൽ, UDF കെട്ടിപ്പടുക്കുന്നതിൽ, കോൺഗ്രസിനെ വളർത്തുന്നതിലൊക്കെ നിർണായകമായി പങ്കുവഹിച്ച കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ പി പി തങ്കച്ചനാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് വിടവാങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി പലതരം അസുഖങ്ങളിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. എനിക്ക് ഷുക്കൂറുണ്ട്. ഷുക്കൂർ, ഇനിയിപ്പോൾ നമ്മൾ അറിയേണ്ടത് മൃതദേഹം എപ്പോൾ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും, പൊതുദർശനത്തിന്റെ കാര്യം, നേതാക്കൾ ആരൊക്കെ എത്തും എന്ന കാര്യം, ഇതൊക്കെ അറിയണം. അതൊക്കെ ഇനി അല്പസമയം കൂടി വേണ്ടി വരും അക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാം എന്നല്ല കരുതേണ്ടത്. ഇപ്പോൾ